ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന സോപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചമഞ്ഞളും അലോവേര ജെല്ലുമായിട്ടുള്ള സോപ്പാണ് ഉണ്ടാക്കുന്നത്. നല്ല സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ രണ്ട് മഞ്ഞളും അതേപോലെ തന്നെ അലോവേരയും. അപ്പോൾ ഞാനിവിടെ അലോവേര ജെല്ല് ഇവിടെ ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മഞ്ഞളും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ സോപ്പ് ബേസും സോപ്പിന്റെ സ്മെല്ലും മാത്രമാണ് പിന്നെ ഈ ഒരു സോപ്പ് ഉണ്ടാക്കുന്നതിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്റെ കയ്യുമ്പോ മഞ്ഞ കളർ ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ മഞ്ഞൾ ക്ലീൻ ചെയ്തതിന്റെ മഞ്ഞ കളറാണ്. അപ്പൊ ഇനി നമുക്കിത് ഇവിടെ 500 ഗ്രാമിന്റെ സോപ്പ് ബേസ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സാധാരണ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് നമ്മളിവിടെ സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ, അവർക്ക് അറിയില്ല. സോപ്പ് ബേസ് വേഗം മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ മഞ്ഞൾ അരച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തു. അതിനുശേഷം അലോവേര ജെല്ലും കൂടി ആഡ് ചെയ്തു. അങ്ങനെ അത് നല്ല രീതിയിലായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഡബിൾ ബോയിൽ മെത്തേഡ് ആണ് ചെയ്യുന്നത്, സോപ്പ് ബേസ് മെൽറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ആക്കി കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ സോപ്പ് ബേസ് ഇവിടെ മെൽറ്റ് ആയി കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് നല്ല വേണം മെൽറ്റ് ആയി കിട്ടണം. അപ്പൊ നമ്മള് നല്ല രീതിയിൽ സ്പൂണ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ സോപ്പ് ബേസ് നല്ല രീതിയിൽ മെൽറ്റായി വന്നപ്പോൾ അതിന്റെ പേസ്റ്റ് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്തിട്ട് കട്ട കൂടാതെ ആ പദമൊക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിലായിട്ട് നല്ല രീതിയിൽ നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ സ്മെല്ല് ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അപ്പോൾ നമ്മൾ കൈ വിടാതെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിന് ശേഷമാണ് നമ്മൾ സോപ്പ് മൗണ്ടിലേക്ക് മാറ്റേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് സ്മെല്ല് ആഡ് ചെയ്യണം കേട്ടോ. അപ്പൊ സ്മെല്ല് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല എല്ലാം കൂടിയിട്ട് നല്ല മഞ്ഞളുടെയും ഇതിന്റെ സ്മെല്ല് നല്ലൊരു മണം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സോപ്പ് മൗണ്ടിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. നമുക്ക് കുറേശ്ശെ സോപ്പ് മൗണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ അതിങ്ങനെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം നമുക്ക് ഇനി 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുക്കാം. പക്ഷെ ഞാനിത് പിറ്റേന്നാണ് കേട്ടോ ഇത് ശരിക്കും എടുത്തത്. കാരണം വൈകിട്ട് ചെയ്തത് കൊണ്ട് പിന്നെ നൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ക്ലിയർ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പിറ്റേന്നാണ് ഇത് എടുത്തത്. നമ്മുടെ സോപ്പ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം നല്ല രീതിയിൽ എടുത്തത്. ഞാൻ 100 ഗ്രാമിന്റെ സോപ്പ് ആദ്യം 50 ഗ്രാമിന്റെ സോപ്പാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സോപ്പാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.